എക്സോട്ടിക് ഫ്രോഗിൽ അടിച്ച വരാൻ കേട്ടോ. എക്സോട്ടിക് ഫ്രോഗ് തെങ്ങുമ്പോൾ കയറി പോയിട്ടോ. അതിൻ്റെ വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വരാൻ്റെ സൈസ് ഉണ്ട് ഗൈസ്. ഗപ്പിഫൈഡ് ഫിഷിംഗ് ആൻഡ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലാർക്ക് എന്ന് പറഞ്ഞ കമ്പനി എക്സോട്ടിക് ഫ്രോഗ് വെച്ചുള്ള ഒരു ഫിഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. പുതിയ S23 അൾട്രാ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ ക്വാളിറ്റി വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും കേട്ടോ. താഴത്തെ വരലിട്ട് നാടൻ വരലാണ് തോന്നുന്നുണ്ട്. നാടൻ ലാർക്കിൻ്റെ പാക്കറോ V3 അടുത്ത വരാൽ. ലാർക്കിൻ്റെ പേക്കറോ V3 ഇരിക്കാണ്ട് പേക്കറോ ഒരു നാടൻ വരാൽ അടിച്ചിരിക്കാം കേട്ടോ. കുഴപ്പമില്ലാത്തൊരു നാടൻ നല്ലതൊക്കെ വരുന്നു വേണ്ട. അമ്മച്ചി ഗുഡ് മോർണിംഗ്. കാപ്പി കുടിച്ചാ? വെള്ളം കറുത്ത കളറായല്ലേ? ഇന്ന് എന്ത് പറ്റി? പഠിത്തമില്ലാത്ത എന്തില്ലാത്ത? ഓക്കെ. അതെ, അമ്മച്ചിന് രാവിലെ പഠിപ്പിക്കണേ. ഗായ്സ്, കാലിൻ്റെ അടിയിൽ സ്ട്രൈക്ക്. സ്ട്രൈക്ക്, ചെറിയ സ്ട്രൈക്ക്. കൊച്ചു സ്ട്രൈക്ക്, കൊച്ചു മീനാവും. നോക്കാം നമുക്ക് എന്തായാലും ഇറങ്ങും. ചെറുതാണ് ലൂസി. ഒരടിച്ചിട്ടുണ്ട് വയസ്സ് കേട്ടോ. വലിയ സൈസൊന്നുമില്ല, മുള്ളന്മാരും ചെറിയ വരാല.
സൈസ് ഇല്ല കേട്ടോ, ഈ സൈസേ ഉള്ളൂ. ഇത് വേണോ കേട്ടാ, വരാല് വേണോ? ഈ സൈസ് ഞാൻ എടുക്കാറില്ല, ചെറുതാണ് എടുക്കാറില്ല, കളയാലേ. ഇന്ന് റിലീസ് തന്നെ. മീനൊന്നുമില്ല, ചെറുത് മാത്രമേ ഉള്ളൂ, വലുതൊന്നുമില്ല. അപ്പം അടുത്തത് എക്സോട്ടിക്കിലാണ് അടിച്ചത്, ചെറിയൊരു വരാല്. റിലീസ് തന്നെ, ഇന്ന് റിലീസ് തന്നെ. റിലീസ്. ഇപ്പോൾ ഈ ഫ്രോഗ് ഇരിക്കുന്നത് നോക്കിയേ, അകത്താണ് ആകെ ഫ്രോഗിൻ്റെ വയറ് സൈസ് വരാലിനുള്ളൂ. എന്തായാലും ഇത് റിലീസ്. അറ്റാക്ക് കേട്ടോ, മീൻ്റെ അറ്റാക്ക്. എങ്ങനെ അറ്റാക്ക് ചെയ്തിരിക്കും, അത്ര ആക്ഷൻ അല്ലേ. പോയാ ഒരറ്റാക്ക് ചെയ്താൽ പോയിട്ടാ. ലാർക്കിൻ്റെ എക്സോട്ടിക് ഫ്രോഗിൻ്റെ ആക്ഷൻ ആണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ഈ വീഡിയോ കൂടെ. ക്ലോസപ്പ് ആക്ഷൻ. അയ്യേ, ചെറിയ വരാലായിട്ടാണ് ആദ്യം ഹുക്കപ്പോട് കണ്ടിരുന്നത്, പിന്നെ അവൻ കുടുക്കി വെച്ച് പോയി. അയ്യേ, മിസ് അത്യാവശ്യം നല്ല വരാലായിരുന്നു കേട്ടോ. അടിച്ചടിച്ച് ഹെവി സാധനം. പ്രത്യേക ഹുക്കപ്പാട്ടോ, കിണ്ണ ഹുക്കപ്പാണ്. ഇത് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. അവിടെ നാടകമാണ്, ഇവിടെ മൊത്തം നാടകമാണല്ലോ. അപ്പോൾ ലാർക്കിൻ്റെ എക്സോട്ടിക്കിൽ ഇതാ നോക്കിയേ, ഹുക്കപ്പ് നോക്കിയേ, ഒരു രക്ഷയില്ലാതെ ഇറങ്ങാൻ പോലും പറ്റിയില്ല. ഹുക്കപ്പ് എങ്ങനെയാണ് വന്നിക്കണം നോക്കാം നമുക്ക്. എക്സോട്ടിക്കിൽ കണ്ണി കൂടെ ആട്ടോ വന്നിക്കണത്, അതൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ല. എനിക്ക് എക്സോട്ടിക് ഫ്രോഗിനെ പറ്റി പറയാനുണ്ട്. ഇതിൻ്റെ ആക്ഷൻ അടിപൊളി ആക്ഷനാണ് കേട്ടോ. അത്യാവശ്യം കാസ്റ്റിംഗ് ഒരു മീഡിയം കാസ്റ്റിംഗ് ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ലാർക്കിൻ്റെ നിങ്ങൾ പാക്കറോ എടുത്തു കഴിഞ്ഞാൽ ലോങ് കാസ്റ്റിംഗ് കിട്ടും. അതേമാതിരി എക്സോട്ടിക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം മീഡിയം കാസ്റ്റിങ്ങും അടിപൊളി ആക്ഷൻ ഒരു രക്ഷയില്ല. ഈ ഒരു സ്പിന്നറിൻ്റെ എവിടെയുള്ള മീനും പറന്നൊന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കി ചെയ്യും.
ഫ്ലൈയിങ് ഫിഷസ് ഫ്ലൈയിങ് ഫിഷസ് ഫ്ലൈയിങ് ഫിഷസ്. ലാ 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 ലാ. ചെറിയൊരു വിയറ്റ്നാം. ശരിക്കും പറഞ്ഞാൽ അടി തീരെ കുറവാണ്, മീനില്ല, വെള്ളം ക്ലിയറായിട്ട്. എന്നിട്ടും എക്സോട്ടിക് ഇട്ട് ഇങ്ങനെ അടിക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ വലിയ വരാലുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. നമ്മളെത്ര തന്നെ പിടിച്ചു കൂട്ടിയെന്നറിയാം എക്സോട്ടിക് വെച്ചിട്ട്. എനിക്ക് ചെറിയ സൈസാണ്, വലിയ വരാലൊന്നും ഇല്ല. കുറച്ച് ചെളിഞ്ഞ സമയത്ത് ഇഷ്ടം പോലെ വരാലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു രക്ഷയില്ല, എല്ലാം പോയി. തൽക്കാലം ഇവനെ റിലീസ് വളരെ. ഫോളോ അടിച്ച് ഗൈസ്, അടിച്ച് പോയിട്ടോ. ഹുക്കപ്പിന് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാനായിരുന്നു തോന്നുന്നു. സാധനം പോയി. കുഴപ്പമില്ല, സാധനം എടുക്കാൻ പറ്റുന്ന സൈസായിരുന്നു. ഒരു 350-400 ഗ്രാം ഉണ്ട്. ഇവിടെ 2 ദിവസം നോക്കാം. ചെറുത് ടു സ്മോൾ. അടിച്ച് छोटा वाला, really small one, so we can release this. നമ്മളിത് റിലീസ് ചെയ്യാൻ പോവാണ്. 2 സ്മോൾ വരാലോ. ഓക്കെ, അടിച്ച് ഗൈസ്. സീൻ ഫുല്ലാണ് കേട്ടോ. ലാർക്കിൻ്റെ ബോബറിൽ ആദ്യത്തെ മീൻ കേട്ടോ. ലാർക്കിൻ്റെ ബോബറിൽ കുഴപ്പമില്ല സൈസ് ഉണ്ടോ. ബോബർ കുടുക്കി വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത ഒരു 49 ഗ്രാമുണ്ട്. ബോബർ ഒരു വീക്കാണ് കയറി കേട്ടോ. വൈകുന്നേരം പോയ സ്പോട്ടിൽ തീരെ അടിണ്ടായില്ല, കാരണം ക്യാമറ ഓഫ് ചെയ്ത് വെച്ചാൽ ആ സമയത്ത് ഇവൻ കയറി അടിച്ചു എക്സോട്ടിക്കിൽ. ഒരുപാട് ഫ്രോഗുകൾ മാറി എറിഞ്ഞിട്ടും ഒരടി ഉണ്ടായില്ല കേട്ടോ. അപ്പോഴാണ് നമ്മൾ എക്സോട്ടിക് എടുത്തത്. എക്സോട്ടിക്കിൻ്റെ ആക്ഷൻ ശരിക്കും ഞാൻ ജെന്യുവിനായിട്ട് പറയാണ്, അടിപൊളി ആക്ഷനാണ്. അതായത് ഒരു ബോട്ടൊക്കെ വേണം അങ്ങനത്തെ സൗണ്ടിലാണ് സാധനം വരുന്നത്. പിന്നെ അത്യാവശ്യം ചെറിയ സൈസായിരുന്നു തന്നെ, അത്യാവശ്യം സൈസുള്ള വരാലുകൾക്ക് അത് ഇതുപോലെ അകത്തെടുക്കാൻ പറ്റും. അപ്പോൾ മിസ്സിങ് വലിയ വരാലടിച്ചാൽ മിസ്സിങ് കുറവാണ് കേട്ടോ. സ്പിന്നറാണ് അതിൻ്റെ പ്രത്യേകത.
അപ്പോൾ നമ്മൾ ലാർക്ക് കമ്പനിയുടെ എക്സോട്ടിക്കിലെ 1 kg അടുപ്പിച്ച് വരുന്ന വരാൽ കേട്ടോ. സൈസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ കാല് വെച്ച് കമ്പയർ ചെയ്ത് നോക്ക്. മാൾട്ടാപ്പ് അടിച്ച് കയറ്റിയില്ലാണ്. അപ്പം മോണിക്കൊന്ന് കാണണം. ചെറുതാ ഉണ്ടോ. എക്സോട്ടിക് ഈസ് റിയൽ കിങ് കേട്ടോ. കിങ്, ആക്ഷൻ കിങ്. ഓ മൈ ഗോഡ്. റിലീസാണ്, റിലീസ്. ഇന്ന് പിടിച്ചു കൂട്ടിയ വാരാലുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എത്ര എണ്ണാണ് പിടിച്ചു കൂട്ടിയത്. ഇപ്പോൾ റിലീസ് ചെയ്തേ. ഇപ്പോൾ ലാർക്ക് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ പുതിയ കമ്പനിയാണ് കേട്ടോ. പുതിയ കമ്പനിയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രോഗുകൾ ഇംപ്രൈസേഷൻ നടത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ഫ്രോഗിൻ്റെ സ്പിന്നർ. അടുത്തത് റിലീസായി പോയിട്ടുണ്ട്. ഫോട്ടോ നമ്മുടെ ഈ ചെറുതാന്ന് നമ്മൾ ഹുക്കപ്പ് കൊടുക്കാണ്ട് വിടണം കേട്ടോ. പിന്നെ അവസാനിക്ക് ഡൗട്ട് വലുതാണോ എന്ന്. അപ്പോൾ ഒന്ന് വലിച്ചു വയ്ക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹുക്കപ്പ് നമ്മൾ കൊടുക്കും കേട്ടോ. വലുതാണെങ്കിൽ തുളയാൻ വേണ്ടിയിട്ടേ. ചെറുതിന് പക്ഷേ കിട്ടി കഴിഞ്ഞ് ഇതുമാതിരി പറഞ്ഞു പോകും. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് വലിയ വരാലിനെ തന്നെ കേട്ടോ. അത്യാവശ്യം ഒരു 500 ഗ്രാമെങ്കിലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഹുക്കപ്പ് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മളെ റക്സൻ ചേട്ടൻ്റെ ഐഡിയാസാണ് കേട്ടോ. ടാക്ലടി വ്ളോഗ്. അപ്പോൾ പുള്ളിയെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പുള്ളിയൊക്കെ ഹുക്കപ്പൊക്കെ കണ്ടാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് എനിക്കൊരു എയിമുള്ളൂ, വലിയ മീനുകളെ പിടിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അടിച്ച ഏത് മീനും വലുതാണെന്നുള്ള രീതിയിൽ കണക്കാക്കിയാണ് ഈ ഹുക്കപ്പ് കൊടുക്കുന്നത്. ഈ ഒരു സംഭവം കാരണം കാസ്റ്റിംഗ് വേണം നിർത്തേണ്ടി വന്നിട്ടാണ്. ബെയ്റ്റ് കാസ്റ്റ് ഉപയോഗിച്ച് അധികം പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും ആ തെങ്ങുമ്പോൾ തട്ടിയ ടൈമിൽ തന്നെ പൂത്തിരി പോലെ വരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വീഡിയോ വരെ താഴെ കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ അമ്മളി പറ്റി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ബ്രൈഡും പോയി, ഫ്രോഗും പോയി കേട്ടോ. എന്തായാലും കാസ്റ്റിങ്ങൊക്കെ നിർത്തി പോവുക. നമുക്ക് ലാർക്കിൻ്റെ എക്സോട്ടിക് ഫ്രോഗിൽ അടിച്ച വരാല കേട്ടോ. എക്സോട്ടിക് ഫ്രോഗ് തെങ്ങുമ്പോൾ കയറി പോയിട്ടോ. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വരാലിൻ്റെ സൈസ് അല്ലേ 1 കിലോ അടുപ്പിച്ച് വരും കേട്ടോ ഇതിൻ്റെ റേഞ്ച്. എന്നാൽ ശരി ഗൈസ്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രോഗിൻ്റെ ആക്ഷൻ ക്വാളിറ്റി കാരണം തന്നെ ഒരുപാട് വരാലിനെ പിടിച്ചിരുന്നു. പക്ഷെ നമ്മളെ ഇഷ്ടത്തിന് സാധനം പോയി. വൈകുന്നേരം ഈ ഒരു ഒറ്റ വരാലേ കിട്ടിയുള്ളൂ. അതിൻ്റെ ഹുക്കപ്പ് നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് നമുക്കുള്ളൊരു പ്രചോദനം. ഒരുപാട് വെല്ലുവിളികളും വിമർശനങ്ങളും നേരിട്ടുകൊണ്ട് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. 10,000 സബ്സ്ക്രൈബേഴ്സ് ഗീവ് വേണ്ടേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം.